ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചമീസ് വ്ളോഗ്. സ്പെഷ്യൽ ഇൻട്രോ ആണ്, കാറിൽ വെച്ചിട്ടാണ് ഇൻട്രോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് എല്ലാവരും കൂടി അബുദാബി പോകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അബുദാബി പോകാൻ റെഡിയായ കോലമല്ല ഇത്. മനോട്ടിനും കൂടി രാവിലെ എണീച്ചപ്പാട് റൂമിൽ നിന്ന് ഇറങ്ങിയാണ്. നമുക്ക് 2-3 ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ എണീച്ചപ്പാട് ഇറങ്ങി. ഇനിയിപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് റൂമിലേക്ക് പോകും. റൂമിലേക്ക് പോയിട്ട് റെഡി ആയിട്ട് വേണം നമുക്ക് അബുദാബിക്ക് പോകാൻ. അബുദാബിയിലേക്ക് നമ്മൾ എല്ലാവരും കൂടിയാണ് പോകുന്നത്. എല്ലാവരും എന്ന് വെച്ചെങ്കിൽ ഞാൻ, മനോട്ടൻ, മാളു, അമ്മു വരുന്നില്ല, പിന്നെ രതിവേട്ടൻ ആൻഡ് ഫാമിലി, നമ്മുടെ 2-3 കസിൻസ്, അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി 3 വണ്ടിയിലായിട്ടാണ് പോകുന്നത്. അബുദാബിയിൽ പോകുന്നത് വെച്ചെങ്കിൽ ഒന്ന് അബുദാബി കാണാൻ, പിന്നെ അവിടെ നമ്മളെ കസിൻസ് ഉണ്ട്, അവരുടെ അടുത്ത് പോകണം, അബുദാബി ടെമ്പിളിൽ പോകണം, അബുദാബി മോസ്കിൽ പോകണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നുള്ളത്. അപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല, കാരണം എണീറ്റപ്പാട് വന്നതാണ്. അപ്പോൾ ഇപ്പോൾ മനോട്ടൻ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഇൻട്രോ വീഡിയോ എടുക്കാമെന്ന്. ഇനിയിപ്പോൾ സമയം ലേറ്റായി, അപ്പോൾ നമ്മൾ വേഗം പോയിട്ട് റെഡി ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും. അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി. അയ്യോ, നല്ല വെയിലുണ്ട് രാവിലെ തന്നെ. ആളോ ഒരു ഹായ് പറയൂ ഗൈസ്. അങ്ങനെ ഇപ്പോൾ നമ്മളിപ്പോൾ ഷാരുവിൻ്റെ ലൊക്കേഷനിലേക്ക് എത്തി. പക്ഷേ ഷാരു ഇതുവരെ റെഡി ആയിട്ടില്ല. ഇനിയിപ്പോൾ ഓനെ കാത്തിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റ് ഇത് പോയി. എന്താ പറയുക, സൺ കിസ്ഡാ. അമ്മ വന്നിട്ട്, അമ്മൂന്ന് ക്ലാസ്സില്ലോണ്ട് അമ്മ വന്നിട്ട്. ഹലോ ഗൈസ്. അങ്ങനെ നമ്മൾ ഒരു നീണ്ട ഷാരുവിനൊരു നീണ്ട കാത്തിരിപ്പിന് ശേഷം ഷാരു നമുക്ക് എത്തിയിട്ടുണ്ട്. ഈ പട്ടിഷോ കണ്ട ആരും ഞെട്ടണ്ട. അങ്ങനെ രതിവേട്ടൻ്റെ അടുത്ത് എത്തി. രതിവേട്ടൻ്റെ അടുത്ത് പോകുന്നു, ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നു. നമ്മുടെ വണ്ടിയിലുണ്ട്. സ്ട്രേറ്റ് ടു അബുദാബി പറയുന്നതെല്ലാം കേൾക്കും. ഇതാണ് എൻ്റെ കസിൻ നിഖില. നിഖില ഒരു ഹായ് പറയും. അബുദാബി മോസ്കിലെത്തി, ഗ്രാൻഡ് മോസ്കിലേക്ക് എത്തി. അപ്പം നമ്മൾ മോസ്കിലേക്ക് നടക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഉള്ളത് വെച്ചാൽ മാളിനകത്താണ്. ഇനിയിപ്പോൾ മോസ്കിൻ്റെ അടുത്തേക്ക് പുറത്തിറങ്ങണം. അതിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു 10-15 പേരാണ് ഉള്ളത്. 10-12 പേരുണ്ട്. പക്ഷെ നമ്മൾ ഫുള്ള് സെറ്റായിട്ടുണ്ട്. കോട്ട് ഇട്ടിട്ടുണ്ട്, ഷോൾ ഇട്ടിട്ടുണ്ട്. ഷോളെല്ലാം ഇട്ടിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. തീർച്ചയായും. മേഖല. അങ്ങനെ നമ്മൾ മോസ്കിൻ്റെ അടുത്ത് എത്താറായി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എത്തിയത് ഉച്ചക്കായിരുന്നു. ഭയങ്കര വെയിലായിരുന്നു. അതുകൊണ്ട് തന്നെ നടക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടായി. കാരണം നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് നല്ല ദൂരം നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ വെയിലും കൂടി ആയതുകൊണ്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മോസ്കിലെത്തി. ഇതാണ് മോസ്ക്. ഞാനങ്ങനെ കുറേ വീഡിയോസൊന്നും എടുത്തിട്ടില്ല, കാരണം ഭയങ്കര തിരക്കുണ്ടായിന്, നല്ല ക്രൗഡ് ഉണ്ടായിന്. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ പള്ളി കണ്ട് ഇറങ്ങി. നല്ല ക്ഷീണത്തിലാണ്. അപ്പോൾ ഞങ്ങളൊരു മക്ഡൊണാൾഡ്സിൻ്റെ ഒരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല വെയില്, നല്ല ചൂട്. ഇനിയിപ്പോൾ നമ്മൾ ഐസ്ക്രീം കഴിച്ചിട്ട് നേരെ ഉണ്ണിയേച്ചിയുടെ അടുത്തേക്ക് പോകും. അവിടെ നല്ല ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ പോയി കാണാം നമുക്ക് അങ്ങനെയാണ്. അപ്പം നമ്മളങ്ങനെ ശ്രീനേച്ചിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത് നേരെ അമ്പലത്തിലേക്ക് പോകും. ഇപ്പോൾ സമയം 6 മണിയായി. അങ്ങനെ ഞങ്ങൾ ശ്രീനേച്ചിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ശ്രീനേച്ചിയുടെ അടുത്ത് നിന്ന് കുറേ നേരം വർത്തമാനം പറഞ്ഞ് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോയി. എല്ലാവരും കൂടിയിട്ടാണ് പോയത്. അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഇതാണ് അമ്പലം. ഞാൻ കുറേ വീഡിയോസൊന്നും എടുത്തിട്ടില്ല, കാരണം അമ്പലത്തിൽ അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ കുറേ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ഗൈസ്, അപ്പോൾ നമ്മളെ ടെമ്പിൾ വിസിറ്റ് കഴിഞ്ഞു. നമ്മൾ പോലെ നല്ലോണം ടയർഡായി. നമ്മൾ ചെരുപ്പ് ഷൂടാൻ വേണ്ടിയിട്ട് വന്നു. ഇനിയിപ്പോൾ നേരെ പോലെ. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് നേരെ തിരിച്ച് ദുബായിക്ക് തന്നെ വന്നു. എല്ലാവരും നല്ലോണം ടയർഡായിരുന്നു, കാരണം രാവിലെ പോയതാണ്. അതുകൊണ്ട് എല്ലാവരും നല്ലോണം ടയർഡായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക്